ഹായ് ഫ്രണ്ട്സ്, പ്രമീസ് കിച്ചണിലെ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വറുത്തരച്ച കോഴിക്കറിയാണ്. അതിന് ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി നമുക്ക് വേണ്ടത് ഇതിൽ പൊടികളെല്ലാം മിക്സ് ചെയ്യണം. അതിനു മുമ്പേ നമുക്ക് തേങ്ങ വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ ഒരു ബൗളിൽ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ ചൂടാക്കാൻ വെക്കാണ്. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ബൗൾ തേങ്ങ ഇടാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇടേണ്ടത് കുറച്ച് കുരുമുളക്, കുറച്ച് കറിവേപ്പില, എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുത്താൽ മതി. ഇത് കരിഞ്ഞു പോകരുത്. ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഇങ്ങനെ വറുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിത് ചെറുതായിട്ടാണ് ചിരവി എടുത്തത്. അപ്പോൾ വലിയ വലിയ കഷ്ണങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തേങ്ങ ഒന്ന് കളറ് മാറി വരുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടില്ലേ, ചെറുതായി ചിരകിയുണ്ട് നല്ലപോലെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ വലിയ വലിയ പീസസ് എല്ലാം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതിൽ ഞാൻ പൊടികളൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഒരു ഡിഫറെന്റ് സ്റ്റൈല് വറുത്തരച്ച കോഴിക്കറിയാണിത്. അപ്പൊ ഇത് ഏകദേശം ആയി വരുന്നുണ്ട്. സോറി കേട്ടോ, എന്നോട് ഒന്ന് വിട്ടുപോയി ഇതിൽ ഇടാൻ വേണ്ടിട്ട്. ചെറിയൊരു ഏലക്കായ ഇടണം, വളരെ ചെറിയത് മതിയേ. അത് ഞാൻ ഇട്ട് കൊടുക്കാണ്. അതെന്നോട് വിട്ടുപോയതാണ്. നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പൊ ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഞാൻ ചെറിയ 2 ഏലക്കായാണ് ഇട്ടിരിക്കുന്നത്. അത് ഓപ്ഷനിലാണ് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അപ്പോൾ അത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്കിത് തണിയാൻ വേണ്ടി വെക്കാം. ഞാനിതാ ഇത് തണിയാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തണിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് മിക്സിയിൽ ഇത് അരച്ചെടുക്കാൻ പറ്റൂ. ഇനി നമുക്ക് ചിക്കനിൽ പൊടികളെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് എല്ലാം ഉള്ളിയെല്ലാം ഇട്ട് കഴിഞ്ഞാൽ മിക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വലിയൊരു പാത്രം എടുക്കാം. അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്കാണ് ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് പൊടിയിടാം. വൺ ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. ഇത് എരിവുള്ള മുളകാണ്. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. അത് കുറച്ചുകൂടെ വേണമെങ്കിൽ നമുക്ക് ഇടാം. പൊടികളെല്ലാം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കണേ. ഞാനിപ്പോൾ 1/2 കിലോ ചിക്കൻ്റെ അളവാണ് ഞാൻ പറയുന്നത്. ഇനി നമുക്കിതിലേക്ക് ജിഞ്ചർ, ഗാർലിക്, അത് ഞാൻ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ 3 പച്ചമുളക്, കുറച്ച് മല്ലിച്ചപ്പ് അതിട്ട്. ഇനി കുറച്ച് 1/2 ടീസ്പൂൺ ചിക്കൻ മസാല.
ഇനി ഒരു 2 മീഡിയം പൊട്ടാറ്റോ ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഇടാം. രണ്ട് മീഡിയം സവാള, അതേപോലെ 2 മീഡിയം ടൊമാറ്റോ, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ആ പൊടികളെല്ലാം ആ ചിക്കന് നല്ല പോലെ പിടിക്കണം. നല്ലപോലെ മിക്സ് ചെയ്യണേ. ഇങ്ങനെ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണേ നിങ്ങൾ. നല്ല പോലെ ആ ചിക്കനിൽ എരിവും ഉപ്പും എല്ലാം പിടിക്കണം. അതേപോലെ ഉള്ളിയിലും തക്കാളിയിലും ഒക്കെ. ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. ഇതിൽ ഞാൻ 1 ടേബിൾ സ്പൂണാണ് മുളകെല്ലാം ഇട്ടിരിക്കുന്നത്. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. കുരുമുളക് പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഇടാം. നമുക്ക് നോക്കിയിട്ട് ഇനി ഇട്ട് കൊടുക്കാം പൊടിയെല്ലാം. ഉപ്പെല്ലാം നിങ്ങൾ നോക്കണേ, ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അപ്പം ഞാനിത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിത് ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് ഈ ചിക്കനും ഈ പൊട്ടാറ്റെല്ലാം ഒന്ന് വെന്ത് കിട്ടണം. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഞാനിതാ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാം. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് എടുക്കും വേവാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഇടയ്ക്കിടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഒരു സ്പൂണ് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വെക്കാൻ പോവുകയാണ്. അപ്പോഴേക്കും നമുക്കിത് ഞാൻ മിക്സ് ചെയ്ത് വെച്ച, അപ്പോൾ ഇത് നല്ലപോലെ തണിഞ്ഞിട്ടുണ്ട് തേങ്ങ. ഇനി നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് മൂടി തുറന്നു കൊടുക്കാം. അപ്പോൾ എല്ലാം കുറുകി വന്നിട്ടുണ്ട്. ചിക്കനെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. പൊട്ടാറ്റോ വെന്തിട്ടുണ്ട്. ആ പൊട്ടാറ്റോ നമുക്ക് ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 10-20 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇത് വേവാൻ വേണ്ടിയിട്ട്. ചിക്കനെല്ലാം ഒന്ന് സ്മാഷ് ചെയ്യും. അപ്പം ഞാൻ പൊട്ടാറ്റോല്ലാം ഒന്ന് സ്മാഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്തരച്ച് വെച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഉപ്പും എരിവെല്ലാം നിങ്ങൾ പാകത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം. കുറച്ചുകൂടെ കുരുമുളക് പൊടി വേണമെങ്കിൽ ഇടാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം ഞാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടി വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് 1 മിനിറ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ആയതിനു ശേഷം ഒന്ന് കുറുകി വരട്ടെ. അപ്പോൾ ഇതാ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഞാൻ വറുത്തരച്ച് വെച്ച തേങ്ങയെല്ലാം ആ ചിക്കനിലേക്ക് നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ഐറ്റം ഉണ്ട്. തേങ്ങാക്കൊത്ത് നമുക്ക് ഇതിലേക്ക് വറുത്തിട്ട് കൊടുക്കണം. അതും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മളെ വറുത്തരച്ച കോഴിക്കറി റെഡിയാവും. അപ്പം ഞാൻ ചീനച്ചട്ടി ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ ഞാൻ തേങ്ങ കൊത്തിട്ട് കൊടുക്കുകയാണ്. ഞാൻ ഈ ചിക്കനിലേക്ക് ആ തേങ്ങ വറക്കുമ്പോഴുള്ള 1 സ്പൂണ് ഓയിൽ മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ ആ വറുത്തിടാൻ വേണ്ടിയിട്ടുള്ള 1 സ്പൂൺ ഓയിൽ, ആകെ 2 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമേ ഞാൻ ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഒന്ന് ബ്രൗൺ കളർ ആയിക്കോട്ടെ. ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇത് കരിഞ്ഞു പോകരുത്. അപ്പോൾ നമുക്ക് ഈ വറുത്തെടുത്ത തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. ഇതാ നമ്മളെ വറുത്തരച്ച കോഴിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ ടേസ്റ്റി വറുത്തരച്ച കോഴിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.